യഥാർത്ഥ സ്നേഹത്തിൽ വേദനയുണ്ടാകും. ആ വേദന എടുത്തുകൊണ്ട് അത് ഈശോയുടെ സ്നേഹത്തിൽ നിറഞ്ഞ് അവരെ സ്നേഹിക്കുക. തിരിച്ച് സംസാരിക്കരുത് അവരോട്. അവർ തെറ്റ് ചെയ്താലും നീ ക്ഷമ ചോദിക്കുക. ദൈവത്തിൻ്റെ മക്കളാകുമ്പോഴത്തേക്കും മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും, മറ്റുള്ളവർ നിന്നെക്കുറിച്ച് കുറ്റം പറയുമ്പോഴത്തേക്കും നീ ന്യായീകരിക്കാൻ പോകരുത്. അതാണ് കുരിശ് ചുമക്കുക. നീ ന്യായീകരിക്കുമ്പോൾ നിൻ്റെ വേദന കുറയും. വേദന കുറഞ്ഞാൽ നിനക്ക് ഒരാളെയും സ്നേഹിക്കാൻ സാധിക്കില്ല. അപ്പോൾ വേദന വെച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹം കൊണ്ട് ആ വേദനയെ മാറ്റി, ആ വേദന നിനക്ക് മാറിപ്പോവും. എന്നിട്ട് അങ്ങോട്ട് കൊടുക്കുക ആ സ്നേഹത്തെ, ആ ക്ഷമയെ. ഈശോയുടെ ക്ഷമ വാങ്ങിച്ച്, ഈശോ നിന്നെ ക്ഷമിച്ചിരിക്കുക, ആ ക്ഷമ വാങ്ങിച്ച് നീ അങ്ങോട്ട് കൊടുത്താൽ മതി. ഈശോ നിന്നോട് കരുണ കാണിച്ചിരിക്കുക, ആ കരുണയെടുത്ത് നീ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നീ എൻ്റെ വചനം പാലിക്കുമ്പോഴത്തേക്കും നീ എന്നെ സ്നേഹിക്കുക. എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ വചനം പാലിക്കും. അവരിൽ ഞാൻ വന്ന് കുടിയേറും, ഞാൻ അവരിൽ വസിക്കും. അപ്പോൾ ദൈവം വസിക്കുമ്പോഴത്തേക്കും നീ പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ല.